കർത്താവിൽ പ്രിയരെ, 2020 വർഷത്തിലെ ക്രിസ്മസ് കാരൽ സർവീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. COVID-19 പാൻഡമിക്കിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. തൽഫലമായി എല്ലാ വർഷവും നടത്തുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന് ഈ വർഷം ക്രിസ്മസ് കാരൽ സർവീസ് കൊണ്ടാടുന്നതിന് സാധിക്കുന്നില്ല. അതിനാൽ നമ്മുടെ ഗായക സംഘവും ഇടവകയിലെ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ ക്രമീകരിക്കുന്ന ഈ ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, നിന്റെ ഏകപുത്രനെ നീ ലോകത്തിലേക്ക് അയച്ച് ഈ ലോകത്തെ വീണ്ടെടുത്തിരിക്കുന്നു, രക്ഷയിലേക്ക് നയിച്ചിരിക്കുന്നു. ആ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യങ്ങളിലൂടെയും അനിശ്ചിതത്വങ്ങളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോഴും നീ അവിടുന്ന് സഹായിക്കണം. ക്രിസ്മസ് വാഗ്ദാനം ചെയ്യുന്ന സന്തോഷം, സമാധാനം, പ്രത്യാശ, ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണം അതെല്ലാം ഈ സമൂഹത്തിന് പകർന്നു നൽകുവാൻ ഞങ്ങളിലൂടെ നീ സഹായിക്കണമേ. ഈ ഗാന ശുശ്രൂഷ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവിക സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും അത് ദൈവനാമഹത്വത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കുമാക്കി തീർക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. Joyful and triumphant, O come ye to
ഒന്നാം പാഠഭാഗമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഐസിയ ചാപ്റ്റർ 9 വേഴ്സസ് 2-7. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം വരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നുമെന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ഇങ്ങനെ ഒന്നാം പാഠഭാഗം അവസാനിച്ചിരിക്കുന്നു. Jeremiah chapter 33 verses 14 and 15 says, "The days are coming, declares the Lord, when I will fulfill the gracious promise I made to the house of Israel and the house of Judah. In those days and at that time, I will make a righteous branch sprout from David's line. He will do what is just and right in the land." The storyline of redemption unfolds throughout the Holy Scriptures. With each turn of the page, we find a piece of God's wondrous plan conceived in His heart fall into place. We can stand firm in our belief that God was orchestrating these words of the prophet to give not only Israel but also the world hope of a coming king who would be blameless and able to take away the sins of the world. Let us praise His name together, join our voices as the choir presents the carol, "In God's Heart It All Began," written and composed by John Peterson. God's heart it all began. He conceived the wondrous plan. Christ would comfort me a man, Son of God, Son of man. What a mystery divine, it fulfills the prophet's sign. You will bear one child divine, virgin born, child divine. Let us praise His name together, join our voices now to sing, that in love and grace He chose us for such a thing, for such a thing. Wondrous day the angel came, heaven's message to proclaim, gave to us the saving name, for His name, precious name. Promised Lord and Savior, you, O Messiah, you will
He himself our sins will bear. Oh, what love, glorious love. Let us raise His name together, join our voices now to sing, that in love and grace He chose us for such a thing, for such a thing. With a joy we could not bind, strange and holy joy steps down. We are with the glorious time. He is born, He is born. He is born. സുന്ദരരാത്രി പാവനരാത്രി അത്ഭുതരാത്രി സുന്ദരരാത്രി പാവനരാത്രി അത്ഭുതരാത്രി ജനകോടികൾക്കും പ്രത്യാശ നൽകും ദേവപുത്രൻ വന്നവതരിച്ചു. സുന്ദരരാത്രി പാവനരാത്രി ദേവദൂതർ വാനമേഘി നിരനിരയായി നിന്ന് പാടി, പാരിലെങ്ങും മാനവർക്ക് രക്ഷാഗീതം മുഴങ്ങി. ദേവദൂതർ വാനമേഘി നിരനിരയായി നിന്ന് പാടി, പാരിലെങ്ങും മാനവർക്ക് രക്ഷാഗീതം മുഴങ്ങി. ഉന്നതത്തിൽ മഹത്വം അവർ പാടി സ്തുതിഗീതം. ഭൂവിലെങ്ങും ശാന്തി സർവ്വമാം രക്ഷാർത്ഥം സമൃദ്ധി. സുന്ദരരാത്രി പാവനരാത്രി അത്ഭുതരാത്രി
तभी वहाँ एक स्वर्गदूत कुछ चरवाहों के सामने प्रकट हुआ और उनसे कहा, डरो मत, मैं तुम्हारे लिए अच्छा समाचार लाया हूँ, जिससे सभी लोगों को महान आनंद होगा, क्योंकि आज तुम्हारे उद्धारकर्ता प्रभु मसीह का जन्म हुआ है। उसी समय अचानक उस स्वर्गदूत के साथ बहुत से और स्वर्गदूत वहाँ उपस्थित हुए और वह सब प्रभु की स्तुति करते हुए कहने लगे, स्वर्ग में परमेश्वर की जय हो और धरती पर उन लोगों को शांति मिले जिनसे वह प्रसन्न है। आइए हम भी इन फरिश्तों के साथ मिलकर स्तुति करें, क्योंकि पैदा हुआ है मुक्तिदाता हमारा, पैदा हुआ है तरनहारा हमारा। Choir will now present a Hindi carol, खामोश रातों की, written by Reginald Vijay Milton. खामोश रातों की ठंडी हवाओं से आई फरिश्तों की मीठी आवाज, पैदा हुआ, पैदा हुआ, पैदा हुआ, पैदा हुआ मुक्तिदाता हमारा, पैदा हुआ तारनहारा हमारा, पैदा हुआ। खामोश रातों की ठंडी हवाओं से आई फरिश्तों की मीठी आवाज, पैदा हुआ, पैदा हुआ, पैदा हुआ, पैदा हुआ मुक्तिदाता हमारा, पैदा हुआ तारनहारा हमारा, पैदा हुआ। फरिश्तों ने आके समीपे गडरियों को दिया इशारा, पैदा हुआ है मुंजी जो मिलेगा तुम्हें गौशाला। फरिश्तों ने आके समीपे गडरियों को दिया इशारा, पैदा हुआ है मुंजी जो मिलेगा तुम्हें गौशाला। चरवाहों ने भी उसको सिजदा किया, चरवाहों ने भी उसको सिजदा किया। खामोश रातों की ठंडी हवाओं से आई फरिश्तों की मीठी आवाज, पैदा हुआ, पैदा हुआ, पैदा हुआ, पैदा हुआ मुक्तिदाता हमारा, पैदा हुआ तारनहारा हमारा, पैदा हुआ। देखो वो पूरब दिशा से आए थे तारे के पीछे, मजूसी भी सर को झुका के शिक्षक यीशु को ही माने। देखो वो पूरब दिशा से आए
मजूसी भी सर को झुका के शिक्षक यीशु को ही माने। बुद्धिमानों ने भी उसको सिजदा किया, बुद्धिमानों ने भी उसको सिजदा किया। खामोश रातों की ठंडी हवाओं से आई फरिश्तों की मीठी आवाज। पैदा हुआ, पैदा हुआ, पैदा हुआ, पैदा हुआ मुक्तिदाता हमारा। पैदा हुआ तारणहारा हमारा। पैदा हुआ खामोश रातों की ठंडी हवाओं से आई फरिश्तों की मीठी आवाज। पैदा हुआ, पैदा हुआ, पैदा हुआ, पैदा हुआ मुक्तिदाता हमारा। पैदा हुआ तारणहारा हमारा। पैदा हुआ। Today's second lesson is taken from the Gospel according to Saint Matthew, chapter 1, verses 18 to 23. I repeat, Matthew 1, 18 to 23. This is how the birth of Jesus, the Messiah, came about. His mother Mary was pledged to be married to Joseph, but before they came together, she was found to be pregnant through the Holy Spirit. Because Joseph, her husband, was faithful to the law and yet did not want to expose her to public disgrace, he had in mind to divorce her quietly. But after he had considered this, an angel of the Lord appeared to him in a dream and said, Joseph, son of David, do not be afraid to take Mary home as your wife, because what is conceived in her is from the Holy Spirit. She will give birth to a son, and you are to give him the name Jesus, because he will save his people from their sins. All this took place to fulfill what the Lord had said through the prophet. The virgin will conceive and give birth to a son, and they will call him Emmanuel, which means God with us. Here ends the second lesson. May the Lord bless us through his word. Many years ago, on this day, angels in chorus joyously sang, for the Savior, the Messiah, was born. Shepherds, as guided by God's messenger, set out to see Almighty Father's precious gift to mankind. Wise men from afar travelled with offerings of gold, frankincense, and myrrh for the newborn King. Humbly they all knelt, worshipped, and acclaimed, all glory to God. The female voices would be now singing a Bohemian carol arranged by Florence M. Martin, Jesus is Born. Glory to God and honor His good will. Read for the story of man who had been.
be to God. Wise men from afar went to worship the King. Gold, frankincense, and myrrh as their guests did near. Bringing these trees from the door, cheering the Zion's Jesus the Lord. Hallelujah. Shouting,
आया वो इंसान बन के हम सबको बचाने, राहें अनोखी दिखाने, सच्चा बलिदान क्या है हमको बताने। सोते हुए को जगाया, मुक्ति का सूरज दिखाया, जीवन का सच्चा सहारा है वो हमारा। आओ ये आशीष की बातें सारे जहां को सुना दे, आया दिल और जान लेकर यीशु तेरे लिए मेरे लिए। The choir will be presenting an Hindi song, तेरे लिए मेरे लिए। तेरे लिए मेरे लिए आया
Christmas is a time of joy and celebration of Christ the Savior being born to this world. He came to share our life and death, joys and sorrows, pains and gains. Today, as the world battles against the pandemic COVID-19, Christ the Lord beacons us, His beloved children, through His incarnation to not lose enthusiasm and hope in life, because He is with us even in the most dreary moments of our lives. Our Lord has come to dispel the darkness of this world. Let's exalt along with the angels for our wonderful Counselor, mighty God, everlasting Father, Prince of Peace, Christ the Lord is born. Let's listen to the carol, O Holy Night, originally composed in French by Adolphe Adam and later translated to English by John Dwight. Oh, holy night, the stars are brightly shining. It is the night of the dear Savior's birth. Long lay the world in sin and error pining, till He appeared and the soul felt its worth. A thrill of hope, a weary world rejoices, for yonder breaks a new and glorious morn. Fall on your knees, oh, hear the angel voices, oh, night divine, oh, night when Christ was born, oh, night divine, oh, night divine. Chains shall He break, for the slave is our brother, and in His name all oppression shall cease. Sweet hymns of joy in grateful chorus raise we, let all within us praise His holy name. Christ is the Lord.
നെരൂൾ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ ക്രിസ്മസ് കരോൾ സർവീസ് 2020 എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹീതവും സന്തോഷകരവുമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തെ ആഗമനകാലം എന്നാണ് അറിയപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം മാംസമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം പിതാവിൽ നിന്നുള്ള ഏകപുത്രൻ്റെ മഹത്വമായി നാം കണ്ടു. യോഹന്നാൻ 1:14. ദൈവത്തിൻ്റെ മനുഷ്യാഭിമുഖ്യമാണ് ക്രിസ്തുമസ്. സ്വർഗം വെടിഞ്ഞ് ഭൂമിയിൽ വന്ന ദൈവം. സമ്മാനങ്ങൾ, ദീപാലങ്കാരങ്ങൾ, ക്രിസ്തുമസ് കാർഡുകൾ, കേക്കുകൾ, ആശംസകൾ, രുചികരവും വിഭവസമൃദ്ധവുമായ അത്താഴങ്ങൾ എന്നിവയുടെ കാലമാണ് ക്രിസ്തുമസ്. എന്നാൽ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം തുടരേണ്ട ഒരു അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മെ സ്പർശിക്കുകയും പരിഷ്കരിക്കുകയും ശക്തിപ്പെടുത്തുകയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരനുഭവമായി ആഘോഷിക്കപ്പെടണം. ക്രിസ്തുമസ് കാലയളവിൽ നമുക്ക് വെളിപ്പെടുത്താവുന്ന നിരവധി ജീവോന്മുഖമായ വിഷയങ്ങളുണ്ട്. മറിയയുടെ സമർപ്പണം, ജോസഫിൻ്റെ ത്യാഗനിർഭരമായ സഹനം, മറിയയ്ക്കും യേശുവിനും നൽകുന്ന പരിചരണം, തിരുക്കുടുംബത്തിൻ്റെ യാത്രാ അനുഭവങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്ദേശം സ്നേഹം, സമാധാനം, പ്രത്യാശ, സന്തോഷം എന്നിവയാണ്. കോവിഡ് കാലത്തിൻ്റെ അസന്തുഷ്ടികൾ നിറഞ്ഞ ഈ ക്രിസ്തുമസ് കാലത്തും ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്ദേശമായ സ്നേഹം, സമാധാനം, പ്രത്യാശ, സന്തോഷം എന്നിവ അനുഭവിച്ചറിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവപുത്രൻ ഇമ്മാനുവേലാണ് നമ്മോടൊപ്പമുള്ള ദൈവം. മാത്രമല്ല, അവൻ നമ്മെ രക്ഷിക്കാൻ കഴിയുന്നവനാണ്, യേശുവാണ്. ക്രിസ്മസ് പ്രതീക്ഷിക്കുവാൻ വകയുണ്ടെന്നും ദൈവം ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നുവെന്നും ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനമായി ഇത് പങ്കിടലിൻ്റെ ഉത്സവ കാലമാകണമെന്ന് ക്രിസ്തുമസ് സമ്മാനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിതാവായ ദൈവം ഏകജാതനായ തൻ്റെ പുത്രനെ സമ്മാനമായി ഈ ലോകത്തിന് നൽകിയതാണ് ക്രിസ്തുമസ്. ഈ ക്രിസ്തുമസ് ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പ്രത്യാശയും പങ്കിടുന്ന ഒരു സമയമാകട്ടെ. സഹായം, സാന്നിധ്യം, സ്നേഹം എന്നിവ ആവശ്യമുള്ള എല്ലാവരുമായും പങ്കിടാനുള്ള കാലം. ശബ്ദമുഖരിതമായ ക്രിസ്തുമസ് കാലം. ദേവാലയങ്ങളിലെ മണികൾ മുഴങ്ങുന്നു, ഗായക സംഘങ്ങൾ പാടുന്നു, സംഗീതം നിറയുന്നു. എന്നാൽ സന്തോഷകരമായ എല്ലാ ശബ്ദങ്ങൾക്കിടയിലും മറ്റ് ശബ്ദങ്ങളുണ്ട്. വേദനയുടെയും സങ്കടത്തിൻ്റെയും ശബ്ദങ്ങൾ. COVID-19 അനുബന്ധ മരണങ്ങൾ, രോഗവ്യാപനം, സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലുണ്ടായിട്ടുള്ള വെല്ലുവിളികൾ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ ആദ്യത്തെ ക്രിസ്തുമസ്, അവിടെ ചില ശബ്ദങ്ങൾ, തിരക്കുള്ള സത്രത്തിലെ ശബ്ദങ്ങൾ, കാലിത്തൊഴുത്തിലെ മൃഗങ്ങളുടെ ശബ്ദങ്ങൾ, ഉയരത്തിൽ പാടുന്ന മാലാഖമാർ, ആവേശഭരിതരായ ഇടയന്മാർ പശുത്തൊട്ടിയിൽ കുഞ്ഞിനെ കാണാനെത്തുന്ന ശബ്ദങ്ങൾ. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ശബ്ദങ്ങൾ സൈനികരുടെ ആക്രോശം, കുട്ടികളുടെ നിലവിളി, ദുഃഖിതരായ അമ്മമാരുടെ വിലാപം എന്നിവയായി മാറ്റപ്പെടുന്നു. വിദ്വാൻമാർ ബേത്ലഹേം സന്ദർശിച്ച് മടങ്ങിയ ശേഷം എന്താണ് സംഭവിച്ചത്? മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വപ്നത്തിൽ യോസഫിന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എഴുന്നേൽക്കുക, കുട്ടിയെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് രക്ഷപ്പെടുക. ഞാൻ നിങ്ങളോട് പറയുന്നതുവരെ അവിടെ പാർക്കുക. കാരണം ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. യോസഫ് എഴുന്നേറ്റ് കുട്ടിയെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് രാത്രിയിൽ ഈജിപ്തിലേക്ക് പോയി. അവിടെ ഹേരോദാവിൻ്റെ മരണം വരെ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം പറഞ്ഞതുപോലെ നിറവേറ്റി. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹേരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബേത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു എന്ന് യിരെമ്യാ പ്രവാചകൻ അരുളി ചെയ്തത് അന്ന് നിവർത്തിയായി. മറ്റൊരു രാജാവ് ജനിച്ചുവെന്ന് കേട്ടപ്പോൾ തൻ്റെ ഭരണത്തിന് ഭീഷണിയുണ്ടെന്ന് ചിന്തിച്ച സുരക്ഷിത ബോധവും മനോധൈര്യവുമില്ലാത്ത വൃദ്ധനായ ഹേരോദാവിനെയാണ് നാം കാണുന്നത്.
ആ കുട്ടിയെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ 2 വയസ്സും അതിൽ താഴെയുമുള്ള ബേത്ലഹേമിലെ എല്ലാ കൊച്ചുകുട്ടികളെയും വധിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അതിനാൽ ക്രിസ്തുമസ് ശബ്ദങ്ങളുടെ ഭാഗമായി സൈനികരുടെ ആക്രോശവും കുട്ടികളുടെ നിലവിളിയും അമ്മമാരുടെ വിലാപവും നാം ഓർമ്മിക്കേണ്ടതുണ്ട്. 3 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. 1, ഈ ലോകത്തിലെ നമ്മുടെ കഷ്ടപ്പാടുകളിൽ നമ്മോട് കൂടെയുള്ള ദൈവം. ക്രിസ്തുമസിൻ്റെ കഥ പറയുമ്പോൾ പൊന്നു മൂരു കുന്തിരിക്കം സമ്മാനങ്ങളുമായി വരുന്ന വിദ്വാൻമാരെയും മാലാഖമാരെയും ഇടയന്മാരെയും കുറിച്ച് മാത്രമല്ല, ഹേരോദ രാജാവിനെക്കുറിച്ചും സൈനികരെക്കുറിച്ചും കുട്ടികളുടെ കൊലപാതകത്തെക്കുറിച്ചും പറയുന്നു. ഇന്നും ക്രിസ്തുമസിൽ ദുരിതമനുഭവിക്കുന്നവരും ഏകാന്തത അനുഭവിക്കുന്നവരും ദുഃഖിക്കുന്നവരുമുണ്ട്. എന്നാൽ ദുരിതങ്ങളുടെ ഈ ലോകത്തിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ നീക്കാൻ ദൈവം ഉറപ്പു നൽകുന്നില്ലെങ്കിലും നമ്മോടൊപ്പം കഷ്ടപ്പാടുകൾ വഹിക്കുവാൻ അവൻ കൂടെയുണ്ട്. നമ്മുടെ ദൈവം നക്ഷത്രമണ്ഡലത്തിലല്ല, നമ്മുടെ ദൈവം നമ്മോടൊപ്പമാണ്. നമ്മോടൊപ്പം കഷ്ടപ്പെടുന്നു, നമ്മോടൊപ്പം രക്തം വിയർപ്പാക്കുന്നു. അതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. 2, ക്രിസ്തുമസിൻ്റെ രണ്ടാമത്തെ സന്ദേശം അനിശ്ചിതത്വങ്ങളുടെ മധ്യത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നതാണ്. മറിയയുടെയും ജോസഫിൻ്റെയും ജീവിതത്തിലെ അനിശ്ചിതത്വത്തെക്കുറിച്ച് ചിന്തിക്കുക. അവർ തുച്ഛമായ വസ്തുക്കളുമായി തിടുക്കത്തിൽ ബേത്ലഹേം വിട്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയി. നാം പരിചയമില്ലാത്ത ഇടങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ എവിടെ പോകണം, എന്ത് കാണണം, എവിടെയാണ് രാത്രിയിൽ താമസിക്കുന്നത്, എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അന്വേഷിക്കാറില്ലേ? എന്നാൽ മറിയയും ജോസഫും എവിടെ താമസിക്കുമെന്നറിയാതെ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. അവരുടെ ഭാവി എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. ദൈവം അവരെ നയിക്കുന്നുവെന്ന് അവർക്കറിയാമായിരുന്നു. എങ്കിലും വളരെയധികം അനിശ്ചിതത്വമുണ്ട്. പക്ഷേ ആ അനിശ്ചിതത്വത്തിലൂടെ നമ്മെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. 3, മരണത്തെ മറികടക്കാൻ സഹായിക്കുന്ന ദൈവം നമ്മോട് കൂടെ. ഹേരോദാവിൻ്റെ ഭ്രാന്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഇരകളായ നിരപരാധികളായ കുട്ടികളിൽ നിന്നും ഒരു കുട്ടി രക്ഷപ്പെട്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയി. എന്നിട്ടും ആ കുട്ടി കാലാന്തരത്തിൽ ഒരു ദിവസം ക്രൂശിൽ മരിച്ചു. സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. അതിലൂടെ അവൻ സർവ്വലോകത്തിനും രക്ഷ സാധ്യമാക്കി. നമ്മുടെ ലോകത്ത് മരണമുണ്ട്, എന്നാൽ ദൈവം ലോകത്തെ വളരെയധികം സ്നേഹിച്ചു. അതിനെ മറികടക്കാൻ അവിടുന്ന് തൻ്റെ പുത്രനെ അയച്ചു. ദൈവം യേശുക്രിസ്തുവിലൂടെ കഷ്ടകാലങ്ങളിൽ നമ്മെ സഹായിക്കാനും അനിശ്ചിതത്വത്തിൽ നമ്മെ നയിക്കാനും മരണത്തിൽ വിജയം നൽകാനും വന്നിരിക്കുന്നു. അതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. ആ സന്ദേശം ഉൾക്കൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സന്തോഷകരമായ ക്രിസ്തുമസും സമൃദ്ധമായ പുതുവത്സരവും ആശംസിക്കുന്നു. Born unto us this day a Savior.
sing hallelujah. Christ the Savior is born. Christ the Savior is born. Silent night, holy night, Son of God, lost your light, radiant beams from thy holy face, with the dawn of redeeming grace. Jesus, Lord, at thy birth. Jesus, Lord, at thy birth. പരമകന്യൻ നിത്യനുമായ ദൈവമേ, തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയമേ, നിന്റെ മക്കളായി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ, ഈ സന്ധ്യയെങ്കിൽ ഇവിടെ വന്ന് നിന്നെ ഘോഷിക്കുന്നതിനും ഗാനങ്ങൾ പാടുന്നതിനും തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവ് തന്ന അനുഗ്രഹങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാനായിട്ട് നിങ്ങൾക്ക് സ്തോത്രം കർത്താവേ. ഇന്നത്തെ ഈ ദിവസം ജീവിതത്തിലെ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണല്ലോ. പരമകാരുണ്യവാനായ ദൈവം മനുഷ്യരക്ഷയ്ക്കായിട്ട് കർത്താവെ സ്വർഗത്തിൽ നിറങ്ങി ഇവിടെ വന്നും മനുഷ്യനായി ജനിച്ച് മനുഷ്യർക്ക് വേണ്ടി വർക്ക് ചെയ്ത ഒരു സംഭവത്തെ ഓർക്കുന്ന ദിവസമാണല്ലോ നിൻ്റെ ജനനത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ആഘോഷം നടത്തുന്നു, കരോൾ സർവീസ് നടത്തുന്നു. കർത്താവെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാം കർത്താവെ നിൻ്റെ മഹത്വത്തിനായിട്ട് മാത്രം തീരണമേ. ഈ ലോകം ഇന്നൊരു വലിയ ബുദ്ധിമുട്ടിൽ ഈ പാൻഡമിക്കിൻ്റെ ഈ സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് നിന്നെ ഘോഷിക്കുന്നതിന് തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവ് കൊടുത്ത അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. എന്നും നന്ദിയുള്ളവരായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവെ ഞങ്ങൾ പ്രകാശിതരായി. കർത്താവെ ഈ കരോൾ സർവീസിൻ്റേതായ സന്തോഷം ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങൾ പ്രസാദമുള്ളവരായിട്ട് സന്തോഷമുള്ളവരായിട്ട് പ്രകാശിതരായിട്ട് പോകുന്നതിനുള്ള കൃപ തരണമേ എന്ന് യാചിക്കുന്നു. ഇതിൽ പങ്കെടുത്ത കർത്താവ് എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവർക്ക് കൊടുത്തിരിക്കുന്ന സംഗീതത്തിൻ്റെ വാസനയ്ക്കായിട്ടും അതിന് കൊടുത്തിരിക്കുന്ന കഴിവുകൾക്കായിട്ടും സ്തോത്രം. അത് നിൻ്റെക്ക് വേണ്ടി കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ള കൃപ കൊടുത്തതിനായിട്ടും മനസ്സ് കൊടുത്തതിനായിട്ടും സ്തോത്രം. കർത്താവെ ഈ കരുണമായി നിൽക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. ഈ പാൻഡമിക്കിൽ നിന്ന് ഈ ലോകത്തെ നീ ഒന്ന് രക്ഷിക്കുക കർത്താവെ. ഞങ്ങൾക്ക് മനുഷ്യനാൽ അസാധ്യമായ ദൈവത്താൽ സാധ്യമെന്ന് ഞങ്ങൾക്കറിയാമല്ലോ കർത്താവെ. ഒരു മരുന്നും ഒരു വാക്സിനും ഒന്നും ഇപ്പോൾ ഫലിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ അറിയുന്നു. നിന്നാൽ അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവെ. ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു, ലോകം മുഴുവൻ നിന്നോട് യാചിക്കുന്നു. ലക്ഷങ്ങൾ ഈ ലോകത്തുനിന്ന് കടന്നുപോയി, ലക്ഷങ്ങൾ ഇപ്പോഴും ഹോസ്പിറ്റലിലായിരിക്കുന്നു. കർത്താവ് കരുണ കാണിക്കണേ, ഈ ഭൂഗോളത്തോട് കരുണ കാണിക്കണമേ യാചിക്കുന്നു കർത്താവെ. കർത്താവെ ഈ രോഗത്തെ നീ ഒന്ന് മാറ്റിക്കൊടുക്കണമേ കർത്താവെ. ഒരു പുതു അനുഭവം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. യേശു ക്രിസ്തു ജന്മം നടത്തിയ ഈ ദിവസം കർത്താവെ, ഇനിയുള്ള കാലങ്ങളിൽ ഈ പുതുവർഷം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തിൻ്റെ വർഷമാക്കി ജനത്തിനാക്കി തരണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും തിരിച്ചു വെക്കുന്നു. അത് ഈ എപ്പോഴും അവരോട് പ്രവർത്തിക്ക് തക്കവണ്ണം ഫലം കൊടുക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. പ്രവർത്തികൾ ചെയ്യുവാനുള്ള കൃപ തരുന്നതിനായിട്ട് സ്തോത്രം. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞത് ഫലം കൊടുക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. കർത്താവെ ഇവരെല്ലാം വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. വേണ്ടി പ്രവർത്തിച്ചിട്ട് ഓർക്കുന്നു വീണ്ടും വീണ്ടും കർത്താവെ. അച്ഛനും കുടുംബത്തിന് വേണ്ടിയും ഇവിടുത്തെ ഭാരവാഹികൾക്ക് വേണ്ടിയും മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയും ഇവിടെ കൂടുന്നവരെല്ലാം സന്തോഷത്തോടെ ഒരു പുതിയ വർഷത്തിലേക്ക് പോകാൻ എല്ലാവർക്കും കൃപ കൊടുക്കണമേ യാചിക്കുന്നു. നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് നന്മയ്ക്കും കുറവില്ലാത്തതുകൊണ്ട് സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയിൽ എത്തുമാറാകണമേ. ചോദ്യം പരമാനന്മോളോട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ലോകത്തിൽ മനുഷ്യാവതാരമെടുത്ത ക്രിസ്തുയേശുവിൽ വെളിപ്പെട്ട പ്രത്യാശയും സ്നേഹവും സമാധാനവും സന്തോഷവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു നിറയുവാൻ
പിതാവും പുത്രനും പരിശുദ്ധവുമായ ത്രിയേക ദൈവം നമ്മളെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സഹായിക്കുമാറാകട്ടെ. ആമേൻ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your king. Good tidings for Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year.